ഇടുക്കി ജില്ലയെ അപേക്ഷിച്ച് അന്യ സംസ്ഥാനങ്ങളിൽ നിന്ന് വരുന്ന വാഹനങ്ങൾ അപകടത്തിൽപ്പെടുന്നത് പതിവാണ്. ഈ കഴിഞ്ഞ ദിവസം തന്നെ തമിഴ്നാട്ടിൽ നിന്ന് വന്ന ടൂറിസ്റ്റ് ബസ് അപകടത്തിൽപ്പെടുകയും രണ്ടുപേർ മരണപ്പെടുകയും ചെയ്തു. ഈ സാഹചര്യത്തിൽ മോട്ടോർ വാഹന വകുപ്പ് കർശന പരിശോധനയും അതോടൊപ്പം തന്നെ പല നിർദ്ദേശങ്ങളും ഇവർക്കായി കാഴ്ചവെക്കുന്നുണ്ട്. ഏതായാലും പല ഡ്രൈവർമാരും ഇവിടെ വരുമ്പോൾ ഈ വളവുകളൊന്നും അറിയാതെ അപകടത്തിൽപ്പെടുന്ന പതിവാണ്. അതുകൊണ്ട് തന്നെ മോട്ടോർ വാഹന വകുപ്പ് പരിശോധനയും ശക്തമാക്കിയിട്ടുണ്ട്. എങ്ങനെയാണ് സാർ ഇപ്പോൾ പരിശോധന നമ്മുടെ? നമ്മൾ ശരിക്കും ഇപ്പോഴത്തെ കണ്ടീഷനിൽ എനിക്ക് ഒത്തിരി കാര്യങ്ങൾ നമ്മൾ ടൂറിസ്റ്റുകളായിട്ട് ഈ മൂന്നാർ പോലെയുള്ള സ്ഥലങ്ങളിലേക്ക് വരുന്നവർക്ക് പറയാനുണ്ട്. കാര്യം നമ്മളൊരു സന്തോഷത്തിന് വേണ്ടി നമ്മുടെ നല്ല തിരക്ക് പിടിച്ച ജീവിതത്തിനിടയിൽ സന്തോഷത്തിന് വേണ്ടി കുറച്ച് ദിവസങ്ങൾ മാറ്റിവെക്കാനാണ് നമ്മൾ ഈ സ്ഥലത്തേക്ക് വരുന്നത്. അത് കുടുംബത്തിനും നാടിനും ഉൾപ്പെടെ വലിയ വിഷമം ഉണ്ടാക്കുന്ന രീതിയിലേക്ക് 2-3 സംഭവങ്ങൾ ഇവിടെ ഉണ്ടായിട്ടുണ്ട്. അതിൻ്റെ പേര് നമ്മുടെ ഡിപ്പാർട്ട്മെൻറ്റിൽ ഹയർ അതോറിറ്റീസ് നമ്മുടെ അടുത്ത് ഇൻസ്പെക്ഷൻ കർശനമാക്കണമെന്നും ഇതുപോലെ തിരക്കുള്ള സമയത്ത് ഇപ്പോൾ ശരിക്കും സ്കൂൾ അടച്ചിരിക്കുന്ന സമയം മൂന്നാറിനെ സംബന്ധിച്ചോളം നല്ല തിരക്കുള്ള സമയമാണ്. തമിഴ്നാട്ടിൽ നിന്നും കേരളത്തിൽ നിന്നും ടൂറിസ്റ്റുകൾ ഇഷ്ടംപോലെ വരുന്ന സമയമാണ്. അതിൽ മെയിനായിട്ട് നമ്മൾ ഈ ടൂറിസ്റ്റിന് വേണ്ടി വരുന്ന അതായത് ഇവിടെ കറങ്ങാനായിട്ട് വരുന്ന ആൾക്കാരുടെ അടുത്തുള്ള കാര്യങ്ങളാണ് എനിക്ക് മെയിനായിട്ട് പറയാനുള്ളത്. കാര്യം നമ്മളിവിടെ അപകടങ്ങൾ ഉണ്ടാകുന്നതിന് ഏത് അപകടം ഉണ്ടായാലും അതിന് ഉത്തരവാദികൾ സർക്കാരും അല്ലെങ്കിൽ അതിൻ്റെ അതോറിറ്റികളും അല്ലെങ്കിൽ ഡ്രൈവർമാരിലും മാത്രമാണ് അപകടത്തിൻ്റെ കാരണം എത്തിച്ചു കൊണ്ടുവരുന്നത്. എൻ്റെ അഭിപ്രായത്തിൽ അതിന് വേറിട്ടൊരു അഭിപ്രായമാണ് എനിക്ക് പറയാനുള്ളത്. ഈ പറഞ്ഞ ഇത്രയും ആൾക്കാർ വിചാരിച്ചാൽ നടക്കില്ല എന്നല്ല ഞാൻ പറയുന്നത്. പക്ഷേ അതിലും നല്ലൊരു റോള് ഇതിലെ പാസഞ്ചേഴ്സ് തന്നെയാണ്. നമ്മൾ ഈ ഒരു വാഹനം നമ്മൾ വിളിക്കുമ്പം ആ വാഹനത്തിൻ്റെ എല്ലാ സാധനങ്ങളും ഇപ്പോൾ പരിവാഹനിൽ നോക്കി കഴിഞ്ഞാൽ അറിയാൻ പറ്റും. അതിൻ്റെ ഫിറ്റ്നസ് എന്ന് വരെയുണ്ട്, ഇൻഷുറൻസ് എന്ന് വരെയുണ്ട്, ടാക്സ് എന്ന് വരെയുണ്ട്, ഓടിക്കുന്ന ലൈസൻസ്, ഡ്രൈവർക്ക് ലൈസൻസ് ഉണ്ടോ, ഇതുപോലെയുള്ള ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ നമുക്കറിയാൻ പറ്റും. ഈവൻ വണ്ടിയുടെ ടയറിൻ്റെ കണ്ടീഷനൊക്കെ അത്യാവശ്യം എല്ലാവരും വണ്ടി ഉപയോഗിക്കുന്നവരാണ്. അങ്ങനെ നോക്കിയിട്ട് മാത്രം വണ്ടി വിളിക്കുക. ഇവിടെ വണ്ടി വിളിക്കുന്നത് വണ്ടിയുടെ പെയിൻറ്റോളം അതിൻ്റെ അകത്തുനിന്ന് പുറത്തോട്ട് വലിയ ശബ്ദം പ്രയോഗിക്കുക, എയർ ഹോൺ കടാന്ന് അടിക്കുക. ഇവിടെ പോയിക്കൊണ്ടിരിക്കുന്ന കേസുകളാണ്. അത് ഒരു പരിധിവരെ ഞങ്ങൾ മോട്ടോർ വാഹന വകുപ്പ് കേരളത്തിൽ നല്ല പരിശോധന നടത്തിയതിൻ്റെ പേരിൽ എയർ ഹോണൊക്കെ ഒരു പരിധിവരെ നമുക്ക് കുറയ്ക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. എങ്കിൽ പോലും തമിഴ്നാട്ടിൽ നിന്നുള്ള വണ്ടിയൊക്കെ എയർ ഹോൺ അടിച്ചാണ് വരുന്നത്. നമ്മളിപ്പോൾ എയർ ഹോണിൻ്റെ ഒക്കെ ഓരോ കേസ് പിടിച്ചു കഴിഞ്ഞാൽ അവർക്ക് ഫൈൻ അടിച്ചു കൊടുക്കുന്നു എന്ന് മാത്രമല്ല, അവരെ ആദ്യം എയർ ഹോൺ അടിച്ചിട്ട് ആ ഡ്രൈവറുടെ അടുത്ത് ഇറക്കിയിട്ട് അവരുടെ അടുത്ത് പറയും ഫ്രണ്ടിലേക്ക് നിൽക്കാൻ പറയും. എന്നിട്ട് ഞാൻ ചോദിക്കും ഞാൻ എയർ ഹോൺ ഒന്ന് അടിക്കട്ടെ എന്ന് ചോദിക്കും. ആ ചോദ്യത്തിൻ്റെ അകത്ത് അവൻ തകരും. അവന് അറിയാം അവൻ്റെ ചെവിടി അടിച്ചു പോകുന്നുള്ളത്. അങ്ങനെ അതുകൊണ്ട് നമ്മൾ പറയും ഇത് നിന്റെ കൂട്ട് തന്നെയാണ് ബാക്കിയുള്ളത്. അതുകൊണ്ട് ഈ വണ്ടിക്കാരെ നമ്മൾ ഈ രീതിയിൽ ബോധവൽക്കരിക്കാറുണ്ട്. വാഹനത്തിൽ കൂടുതലും തമിഴ്നാട് വണ്ടികളാണ് കാണുന്നത്. ബോഡി കെട്ടിയുണ്ടാക്കുന്ന വണ്ടിയിൽ 13 സീറ്റുള്ള വണ്ടിയിൽ 20 സീറ്റ് ആൾക്കാരെയും കൊണ്ടുവരും. ഈ 13 സീറ്റ് ഉള്ള വണ്ടിയിൽ 13 പാസഞ്ചേഴ്സിന് ഉള്ള വെയിറ്റിനനുസരിച്ച് ഡിസൈൻ ചെയ്ത സസ്പെൻഷൻ സിസ്റ്റവും ബ്രേക്ക് സിസ്റ്റവും ഒക്കെയാണ് വാഹനത്തിലുള്ളത്. അതിൽ 20 സീറ്റ് വെച്ച് 20 പേരുടെ ലോഡ് ഈ പറഞ്ഞ സ്ഥലങ്ങളിലേക്കൊക്കെ ചെല്ലുന്നതുകൊണ്ട് വണ്ടിയുടെ മെക്കാനിക്കൽ സിസ്റ്റത്തിന് ഫെയിലിയർ ഉണ്ടാകാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. പിന്നെ അതിനോടൊപ്പം നമ്മുടെ ഇവിടുത്തെ ഈ സ്ലോപ്പ് ഏത് മലയായാലും നമ്മൾ കയറുന്ന അതേ ഗിയറിൽ തന്നെ തിരിച്ചിറങ്ങി വരണമെന്നുള്ളത് ഈ അടുത്ത ഒരാളുടെ 2-3 പേരുടെ ജീവൻ നഷ്ടപ്പെട്ടതിന് ശേഷം മാത്രമാണ് ആൾക്കാർ മനസ്സിലാവുന്നത്. ഇപ്പം ഞങ്ങൾ കഴിഞ്ഞ ദിവസം ചെക്കിങ്ങിനിടയ്ക്ക് കണ്ടു നല്ല ഇറക്കമുള്ള സ്ഥലത്തൂടെ താഴേക്ക് ഇറങ്ങിപ്പോകുന്ന വണ്ടി ലോ ഗിയറിൽ ഒരു വലിയൊരു വാഹനം പോകുന്നത് പോലെ ടെമ്പോ ട്രാവലർ പോകുന്നുണ്ട്. കാര്യം അവർ സെക്കൻഡ് ഗിയറിലിട്ടാണ് ആ ഇറക്കം ഇറങ്ങി വരുന്നത്. ഇതിനു മുമ്പ് അതല്ല, ന്യൂട്രലിലിട്ട് വിട്ടിങ്ങി പോരുവായി ചെയ്യുന്നത്. ബ്രേക്ക് വന്ന് നമുക്ക് സ്ലോ ചെയ്യേണ്ടി വരുന്ന സമയത്ത് കംപ്ലീറ്റ് ആയി ഇറക്കം മുഴുവനും ബ്രേക്ക് പെഡലിൽ കാല് വെച്ചിട്ട് ബ്രേക്ക് ഫെയ്ഡായി, അതായത് ബ്രേക്ക് ഷൂവിനെയും ഡ്രമ്മിനെയും ചൂടാക്കി പഴിപ്പിച്ച് കഴിയുമ്പോഴത്തേക്ക് പിന്നെ ചവിട്ടി കഴിഞ്ഞാൽ വണ്ടി നിൽക്കത്തില്ല. അങ്ങനെയാണ് ഈ അപകടങ്ങൾ കൂടുതലും ഉണ്ടാകുന്നത്. അപ്പോൾ അതൊക്കെ ഒരു പരിധി വരെ 2-3 പേരുടെ ജീവൻ നഷ്ടപ്പെട്ടിട്ടെങ്കിലും വ്യത്യാസം ഉണ്ടായി. ഇനിയും നമുക്ക് ഒരു ജീവൻ പോലും പൊലിയാതെ നമ്മൾ ഓരോരുത്തരും ശ്രദ്ധാപൂർവം വാഹനത്തിന് മെയിനായിട്ട് ഇവിടെയുള്ള വാഹനങ്ങൾ നമ്പർ പ്ലേറ്റ് ഇല്ലാതെ വാഹനങ്ങൾ 2 വീലറുകളായാലും എല്ലാം പോകുന്നുണ്ട്. ഈ 2 വീലർ എന്ന് പറയുന്ന സാധനം ഏറ്റവും അൺസേഫ് ആയിട്ടുള്ള ഒരു വാഹനമാണ്. ഇത് വണ്ടി മാനുഫാക്ചർമാരെയും ഇതിൻ്റെ മേളിലുള്ള ആൾക്കാരെയും ചോദ്യം ചെയ്യാനും ചിന്തിക്കരുത്. സേഫ്റ്റിയുടെ കാര്യത്തിൽ ഈ 2 വീലർ എന്ന് പറയുന്നത് വളരെ ചെറിയ ദൂരത്തേക്ക് വളരെ ശ്രദ്ധാപൂർവം അമിത വേഗതയില്ലാതെ പോകാനുള്ളൊരു വാഹനമാണെന്നാണ് ഞാൻ മനസ്സിലാക്കിയിരിക്കുന്നത്. പക്ഷേ ഇപ്പോഴത്തെ അവസ്ഥ അതല്ല. ഇതിൽ അഭ്യാസം കാണിക്കാനും ഇതിൻ്റെ നമ്പർ പ്ലേറ്റ് ഇളക്കി വെച്ച് കേസ് വരാതിരിക്കാനും ഒക്കെ ആയിട്ടാണ് പോകുന്നത്. ഈ പോകുന്ന വാഹനം ഒന്ന് അപകടത്തിൽപ്പെട്ടാൽ ഈ അപകടത്തിൽപ്പെട്ട ആൾക്ക് സംസാരിക്കാൻ കഴിയുന്നില്ലെങ്കിൽ സംസാരിക്കുന്ന ഒരു സാധനമാണ് ഈ വണ്ടിയുടെ നമ്പർ പ്ലേറ്റ്. ഇതിൻ്റെ ഓണർ ആരാണെന്നോ എവിടുത്തുകാരനാണെന്നോ എല്ലാം അറിയാനുള്ള സാധനം. ഈ നമ്പർ പ്ലേറ്റ് ഇളക്കി മാറ്റിയ ഒരു വാഹനത്തിലെ ഒരു യാത്രക്കാരന് അപകടം പറ്റിക്കഴിഞ്ഞാൽ അയാളെ വീട്ടിലറിയിച്ച് നമുക്ക് എന്തെങ്കിലും ചെയ്യാനുള്ള സാധ്യത അതിൽ നിന്ന് ഇല്ലാതാക്കുന്നു. പിന്നെ ഈ പറഞ്ഞ അഡീഷണൽ മോഡിഫിക്കേഷൻ വരുത്തുന്നത് സ്ട്രക്ചറലായിട്ട് വണ്ടിയുടെ സേഫ്റ്റിക്കും കാര്യത്തിനും മോഡിഫിക്കേഷൻ വരുത്തുന്ന കാര്യങ്ങൾ മുഴുവൻ വണ്ടിയുടെ അപകടത്തിൽപ്പെടുത്തുന്ന കാര്യങ്ങളാണ്. നമ്മൾ അപകടത്തിൽപ്പെട്ട് അങ്ങ് മരിച്ചു പോകുന്നു അല്ലെങ്കിൽ എന്തെങ്കിലും പറ്റിപ്പോകുന്നു സാരമില്ല. പക്ഷെ അതല്ല,
നമ്മുടെ കടമ നമ്മുടെ നാട്ടുകാരോടും ബാക്കിയുള്ള ആൾക്കാരോടും റോഡ് ഉപയോഗിക്കുന്നവരോടും നമുക്ക് കടമയുണ്ട്. നമ്മുടെ ജീവൻ മാത്രമേ നമുക്ക് പറയാൻ പറ്റൂ. ഇപ്പോൾ ഹെൽമെറ്റ് ഇല്ലാത്ത ഒരാളെ പിടിച്ചിട്ട് പറയുക അത് എൻ്റെ തല പൊട്ടിക്കഴിഞ്ഞാൽ ഞാൻ നോക്കിക്കോളാം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ആ ഒറ്റ കാര്യമല്ല. ഈ വാഹനത്തിൽ ഈ പോകുന്ന രീതി മുഴുവൻ ബാക്കിയുള്ളവർക്ക് അപകടം ഉണ്ടാകുന്ന രീതിയിലാണ്. തീർച്ചയായിട്ടും നമ്മൾ ഓരോരുത്തരും ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ ഈ വാഹനം കണ്ടമാനം പെരുകി വരുന്നുണ്ട്. ഈ വാഹനപ്പെരുക്കത്തിനിടയിൽ തീർച്ചയായിട്ടും റോഡിൻ്റെയും നമ്മൾ ബാക്കിയുള്ള സൗകര്യങ്ങളും അതിനനുസരിച്ച് വരുന്നു എന്ന് എനിക്ക് അഭിപ്രായമില്ല. അന്നേരം ഈ ഒരു കാര്യങ്ങളെ നമുക്ക് മേക്കപ്പ് ചെയ്യാൻ പറ്റുന്നത് നമുക്കുള്ള അറിവ്. എല്ലാവർക്കും അറിവുണ്ട്. ആരും ഈ പറഞ്ഞ പറമ്പിൽ പണിയെടുക്കാൻ പോകുന്നവർക്ക് ഉൾപ്പെടെ എല്ലാവർക്കും ഞാൻ ഈ പറയുന്ന കാര്യങ്ങൾ അറിയാം. ഇതൊന്നും ആർക്കും അറിയാത്ത കാര്യങ്ങൾ ഞാനൊന്ന് പ്രത്യേകം ഉണ്ടാക്കിയെടുത്തൊന്നുമല്ല, എല്ലാവർക്കും അറിയാവുന്ന കാര്യം. പക്ഷെ എല്ലാവരുടെയും മനസ്സിലേക്ക് ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ ഒന്ന് കയറിയാൽ എനിക്ക് 100% വിശ്വാസമുണ്ട് ഒരു ജീവൻ പോലും ഈ റോഡിൽ പൊലിയില്ല എന്നും അത് നമുക്ക് ഓരോരുത്തർക്കും അഭിമാനിക്കാൻ പറ്റുന്ന അവസരമാകുന്നു. അതുകൊണ്ട് തീർച്ചയായിട്ടും ഈ അവധി കാലങ്ങളിൽ വരുന്ന ആൾക്കാർ അവരുടെ ജീവനും ബാക്കിയുള്ളവരുടെ ജീവനും സേഫ് ആവുന്ന രീതിയിൽ സന്തോഷത്തോടെ ഇവിടെ വന്നിട്ട് തിരിച്ചു പോകാനുള്ള അവസരം ഉണ്ടാകട്ടെ എന്ന് ആത്മാർത്ഥമായി ആഗ്രഹിക്കുന്നു. ഈ തമിഴ്നാട്ടിൽ നിന്ന് വാഹനങ്ങൾ ചിലപ്പോൾ 12 സീറ്റ് 14 സീറ്റുള്ള കപ്പാസിറ്റിയുള്ള വാഹനങ്ങളാണ്. പക്ഷെ അതിൽ ആളുകളെ കുത്തി നിറച്ചു കൊണ്ടുവരുന്നു, വളവുകൾ അറിയാതെ അപകടത്തിൽപ്പെടുന്നു, അതിൽ മരണങ്ങളേറെയാകുന്നു, അപകടത്തിന്റെ വ്യാപ്തത കൂടുകയാണ്. അപ്പോൾ അതിനെ എന്താ പറയുന്നത്? ഇതേ കാര്യം ഞാൻ പറയുന്നത് അപകടം ഉണ്ടാകുന്നതിന്റെ കാരണം ഞാൻ നേരത്തെ പറഞ്ഞു. ഒരു വാഹനത്തിൽ ഇത്ര ആൾക്കാരുണ്ട്, ആ ആൾക്കാരുടെ ലോഡ് താങ്ങാവുന്ന രീതിയിൽ ഉണ്ടാക്കിയിരിക്കുന്ന കമ്പോണന്റ് എണ്ണം കൂടി കഴിയുമ്പോഴത്തേക്ക് അത് താങ്ങാൻ പറ്റാതെ വരുന്നു. പിന്നെ വണ്ടിയുടെ സെന്റർ ഓഫ് ഗ്രാവിറ്റി ഈ വണ്ടി ഉണ്ടാക്കിയിരിക്കുന്ന വണ്ടിക്കകത്ത് എല്ലാ ആൾക്കാരും ഇരുന്ന് പോകുന്ന രീതിയിലാണ്. നിന്ന് പോകുമ്പോഴത്തേക്ക് അതിന്റെ സെന്റർ ഓഫ് ഗ്രാവിറ്റിക്ക് വ്യത്യാസം വരുന്നുണ്ട്. അങ്ങനെ അപകടങ്ങൾക്ക് സാധ്യതയുണ്ട്. തീർച്ചയായിട്ടും നമ്മൾ 14, 13, 26 യാത്രക്കാരുണ്ടെങ്കിൽ ഇന്നിപ്പം ഞങ്ങൾ ചെക്ക് ചെയ്തൊരു വണ്ടിയിൽ 20ഓളം യാത്രക്കാരുണ്ടായിരുന്നു. ഇനിയും പറയുന്ന കാര്യങ്ങൾ പറയാൻ പറ്റുന്നതാണോ എന്ന് എനിക്കറിയില്ല. ഇത് പൂർണ്ണമായിട്ട് നിയമം നടപ്പാക്കണമെങ്കിൽ ഓരോ സീറ്റിന്റെ അഡീഷണൽ ആയിട്ടുള്ള വലിയ തുക ടാക്സ് ആയിട്ട് കളക്ട് ചെയ്യുകയാണ് വേണ്ടത്. ഞാൻ എൻ്റെ ഒരു ഐഡിയയിൽ തോന്നിയിട്ട് ഇപ്പം പിടിക്കുന്ന ആൾക്കാരുടെ അടുത്ത് ഇത് പറഞ്ഞ് ബോധവൽക്കരിച്ച് തമിഴ്നാട്ടിലുള്ള ആൾക്കാർ ഉൾപ്പെടെ എല്ലാവരെയും അറിയിക്കുന്ന രീതിയിലേക്ക് കൊണ്ടുപോകും. അപകടം ഉണ്ടാവാൻ ആളിൻ്റെ എണ്ണം കൂട്ടിയ അപകടം ഉണ്ടാവുന്ന എന്താണെന്ന് ആൾക്കാർ ചോദിക്കും, അല്ലെങ്കിൽ ഉണ്ടാവുമോ എന്ന് ചോദിക്കുന്നു. തീർച്ചയായിട്ടും ഞാൻ ഈ പറഞ്ഞ കാരണം കൊണ്ട് തീർച്ചയായിട്ടും അപകടം ഉണ്ടാവും. വളവ് തിരിയുന്നു, ഇവിടെ എല്ലാം കയറ്റമാണ്, ഇറക്കമാണ്. വളവ് തിരിയുകയൊക്കെ ചെയ്യുന്ന സമയത്ത് നിൽക്കുന്ന ആൾക്കാർ വണ്ടിയെ മറിക്കാനുള്ള സാധ്യതയുണ്ട്. അതുപോലെ ബ്രേക്ക് ചെയ്യുമ്പോൾ ഉദ്ദേശിക്കുന്ന പോലെ ബ്രേക്ക് കിട്ടില്ല. തീർച്ചയായിട്ടും അപകടത്തിന് സാധ്യതയുണ്ട്. ആദ്യഘട്ടത്തിൽ ഇപ്പോൾ ഒരു ബോധവൽക്കരണവും ചെറിയ നടപടിയായിരിക്കും അല്ലേ? അതെ, അത് തന്നെ ഞാൻ കറക്റ്റ് അത് തന്നെയാണ് ഉദ്ദേശിക്കുന്നത്. നമ്മളിവിടെ തമിഴ്നാട്ടിൽ നിന്നും ബാക്കി അന്യ സംസ്ഥാനങ്ങളിൽ നിന്ന് നമുക്ക് ഇവിടെ ടൂറിസ്റ്റായിട്ട് വരുന്നത് അത് നമ്മുടെ നാടിന്റെ സമ്പത്തിനെ ഉയർത്താൻ പറ്റുന്ന ഒരു സാധനമാണ്. ആ ഒരു ബേസിൽ ഇന്ന് തന്നെ പിടിച്ചു കഴിഞ്ഞപ്പോൾ പറഞ്ഞു, സാറേ ഇനിയും ഞാൻ തമിഴ്നാട്ടിലേക്ക് വരുന്നില്ല, ഇതോടെ ഞാൻ നിർത്തിയേക്കാമെന്നാണ് പറഞ്ഞത്. അപ്പം അങ്ങനെ നമുക്ക് ആരെയും വിഷമിപ്പിച്ച് അല്ലെങ്കിൽ നമ്മുടെ ഇവിടേക്കുള്ള വരുമാനം ഇല്ലാതാക്കിക്കൊണ്ട് ചെയ്യാൻ ഞാൻ ഉദ്ദേശിക്കുന്നില്ല. അവരെ ആദ്യം കാര്യങ്ങൾ പറഞ്ഞ് ബോധ്യപ്പെടുത്തുന്നു, ചെറിയ ഒരു കുഞ്ഞടി കൊടുക്കുന്നു. വലിയ അടി കൊടുക്കുമോ ശല്യപ്പെടുത്തുമോ ഒന്നും അല്ല ചെയ്യുന്നത്. ഒരു കുഞ്ഞടി കൊടുത്തിട്ട് എല്ലാം ശരിയാവാനുള്ള അവസരം കൊടുക്കുന്നു. എല്ലാം ശരിയാവുമെന്ന് പ്രതീക്ഷിക്കാം. ഏതായാലും ആദ്യഘട്ടത്തിൽ ചെറിയ നടപടികളും ബോധവൽക്കരണവും നടത്തും. പിന്നീട് ഒരു ജീവൻ പോലും പൊലിയാതെ ഇടുക്കിയിൽ നിന്ന് ഒരു സന്തോഷ യാത്ര എന്നൊരു നിർദ്ദേശവും അല്ലെങ്കിൽ ആ ഒരു ലക്ഷ്യം തന്നെയാണ് മോട്ടോർ വാഹന വകുപ്പ് മുന്നോട്ട് വയ്ക്കുന്നത്. ക്യാമറമാൻ AP രാജുക്കൊപ്പം ബിനീഷ് ആന്റണി, കേരള വിഷൻ ന്യൂസ്, ഇടുക്കി.